അതൊക്കെ ചുമ്മാ വെറുതെ ആള് വേണ്ട. എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം എന്റെ പേര് എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ഒരു കാര്യമുള്ള പാർട്ടിക്ക് പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ ചെയ്യുന്നത്. ഇത് ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർ ഇറക്കുന്നതാണ്. മുൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും ഇതിനെല്ലാം ഉപരിയായി കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന് പറയാം, സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം വോട്ട് വൈബ് എന്ന സ്ഥാപനം നടത്തിയ സർവേ NDTVയിലൂടെയാണ് പുറത്തു വന്നത്. ആ സർവേ റിപ്പോർട്ടിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ഉൾപ്പെടുത്തിയില്ല. ബോധപൂർവം ഒഴിവാക്കിയതാണോ അതല്ല മറ്റെന്തെങ്കിലും കാരണത്താൽ ഒഴിവായതാണോ എന്നതേ അറിയാനുള്ളൂ. കാരണം ഒരു സർവേ കേരളത്തിൽ നടക്കുമ്പോൾ LDFിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. പിണറായി വിജയൻ, KK ശൈലജ തുടങ്ങിയ നേതാക്കൾ വരാം. അപ്പുറത്ത് UDFിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ആരൊക്കെ, ഏതൊക്കെ പേരുകളാണ് പരിഗണിക്കേണ്ടത്? ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട്. ഒന്ന് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. രണ്ടാമത് വരേണ്ടയാൾ രമേശ് ചെന്നിത്തലയാണ്. മൂന്നാമത് KC വേണുഗോപാൽ വരാം, സണ്ണി ജോസഫ് വരാം, K സുധാകരൻ വരാം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരാം. ഇങ്ങനെയുള്ള നേതാക്കളൊക്കെയുണ്ട്. അവരുടെ പേരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, സജീവമായി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിൽക്കുന്ന, കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിയത് എന്തിന്? അതിലൊരു കൃത്യം രാഷ്ട്രീയമുണ്ട്. രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ VD സതീശൻ ഒന്നാം സ്ഥാനത്ത് വരില്ല. ഒന്നാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തല വരാം. അങ്ങനെ വരുമ്പോൾ VD സതീശന് തിരിച്ചടിയാകും. പക്ഷെ ആരെങ്കിലും ഉൾപ്പെടുത്തേണ്ടേ? ഒരാളെ മാത്രം വച്ച് ഒരു സർവേ നടത്താൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും അറിയാം ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ. ഇനിയിപ്പോൾ വിദൂര ഭാവിയിൽ ചിലപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അടുത്ത് തന്നെ അദ്ദേഹം BJPയിൽ ചേരും എന്നൊക്കെ കേൾക്കുന്നുമുണ്ട്. ഒന്നും ഒരു ഉറപ്പായിട്ടില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ അപമാനിച്ച് ഇറങ്ങി പോകേണ്ടി വന്നു ശശി തരൂരിന്. ഇതൊക്കെ നാം കണ്ടതാണ്. അങ്ങനെ ചവിട്ടി പുറത്താക്കുക എന്ന് പറയാറില്ലേ? പുറത്താക്കില്ല, നടപടിയെടുക്കില്ല, സ്വയം പോകുന്നെങ്കിൽ പോകട്ടെ, പരമാവധി അവഗണിക്കുക. ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനോട് സ്വീകരിക്കുന്ന നിലപാട്. അതിന് എങ്ങനെ ശശി തരൂർ മറുപടി പറയും എന്നത് നമ്മുടെ മുന്നിലുണ്ട്, അവശേഷിക്കുന്ന ചോദ്യമായി നിൽക്കുന്നുണ്ട്. അതിന് വഴിക്ക് പോകട്ടെ. പക്ഷേ കേരളത്തിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? സർവേയിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ആർക്ക്? VD സതീശന്. എന്തുകൊണ്ട്? VD സതീശനെയും ശശി തരൂരിനെയും നിർത്തി കോൺഗ്രസ്സുകാരോട് ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായി ഉത്തരം VD സതീശനായിരിക്കും. അതാണ് ആവശ്യവും. കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അത് ഞാൻ തന്നെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു കളിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്, എന്നെ ഒഴിവാക്കിയതിൽ വളരെയധികം നന്ദി എന്ന്. ഒഴിവാക്കിയതിൽ നന്ദിയുണ്ട് എന്ന രമേശ് ചെന്നിത്തലയുടെ വാക്കിലുണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്ന കളികൾ എല്ലാം ആ വാക്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വാക്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. കേരളത്തിൽ രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി ഈ സർവേ റിപ്പോർട്ട് കാണാം. അതിനെതിരെയുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഒരു രാഷ്ട്രീയ ചോദ്യമായി കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട്, നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം.